UPSC സിവിൽ സർവീസസ് പരീക്ഷയ്ക്ക് NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് ഏകദേശം 40% ചോദ്യമാണ് പ്രതിവർഷം ഫ്രെയിം ചെയ്യപ്പെടുന്നത്. എന്തുകൊണ്ടായിരിക്കും UPSC NCERT ടെക്സ്റ്റ് ബുക്കുകൾക്ക് ഇത്രത്തോളം പ്രാധാന്യം നൽകുക? ഒന്നാമത്തെ കാരണം, NCERT ടെക്സ്റ്റ് ബുക്ക് സ്റ്റേറ്റ് റെക്കഗ്നൈസ്ഡ് ടെക്സ്റ്റ് ബുക്കാണ്. അതായത് ഓരോ കാലഘട്ടത്തിലും ഓരോ വേർഷൻ ഓഫ് എഡ്യൂക്കേഷൻ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. അത് പ്രാചീന കാലഘട്ടത്തിലാണെങ്കിലും പിന്നീട് ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണെങ്കിലും അതിനുശേഷമുള്ള പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് കാലഘട്ടത്തിലാണെങ്കിലും എല്ലാം തന്നെ ഒരു ബ്രാൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കും. ഈ കാലഘട്ടത്തിലെ ബ്രാൻഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൃത്യമായി കാറ്റർ ചെയ്യുന്നത് NCERT ടെക്സ്റ്റ് ബുക്കാണ്. രണ്ടാമത്തേത്, അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന ഒരു പരീക്ഷയാണ് UPSC സിവിൽ സർവീസസ് എക്സാമിനേഷൻ. സ്വാഭാവികമായും രാജ്യത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന, സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന എല്ലാ ആസ്പിറൻസിനെയും ഇൻക്ലൂഡ് ചെയ്യിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം ഈ പരീക്ഷയുടെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകൾ എന്ന വലിയ ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് NCERTക്ക് ഇത്രത്തോളം പ്രാധാന്യം നൽകുന്നത്. ഏറ്റവും മികച്ച അക്കാദമിക വിദഗ്ധരാണ് NCERT ടെക്സ്റ്റ് ബുക്കുകൾ എഴുതുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച അക്കാഡമിക് എക്സ്പേർട്ടുകളാണ്, ക്വാളിറ്റി വൈസ് ഏറ്റവും മികച്ച അക്കാഡമിക് എക്സ്പേർട്ടുകളാണ് ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ രചയിതാക്കൾ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ ഇതിനെല്ലാം അപ്പുറത്തേക്ക് ഏതൊരു ബാക്ക്ഗ്രൗണ്ട് ഓഫ് എഡ്യൂക്കേഷനാണ് നിങ്ങൾ പൊസസ് ചെയ്യുന്നത് എങ്കിൽ പോലും NCERT എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്നു. നമ്മൾക്കറിയാം, NCERT ടെക്സ്റ്റ് ബുക്കുകൾ എഴുതപ്പെട്ടിട്ടുള്ളത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ്. ഷോർട്ട് സ്റ്റോറീസ് ഉൾപ്പെടുത്തിക്കൊണ്ട്, കോംപ്രിഹെൻഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ രസകരമായാണ് യഥാർത്ഥത്തിൽ ഈ ടെക്സ്റ്റ് ബുക്ക് എഴുതപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് ജനാധിപത്യം, അല്ലെങ്കിൽ എന്താണ് സോഷ്യലിസം, എന്താണ് സെക്യുലാരിസം എന്നുള്ളത് ഒരു കുട്ടിയെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ലാഘവത്തോടു കൂടി ഒരു UPSC ഉദ്യോഗാർത്ഥിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളിടത്താണ് NCERTയുടെ പ്രാധാന്യം വിശാലമാകുന്നത്.